ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയെന്നറിയാൻ വന്നിരിക്കുന്നത് ഇത് മീനോളജി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇതൊരു യൂണീക്ക് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. മീനുകളുടെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് അകത്ത് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? വരൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മീനോളജി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യന്തോളിലൊരു പഞ്ഞിക്കൽ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു മൈത്രി പാർക്ക് നമുക്ക് കാണാം. മൈത്രി പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മീനോളജി റെസ്റ്റോറൻറ്റ്. ഇതാണ് മൈത്രി പാർക്ക്. ഈ ബ്ലൂ കളറുള്ള ഒരു കൂടാരം പോലെ കണ്ടില്ലേ, ഒരു കവാടം പോലെ, അതാണ് നമ്മുടെ മൈത്രി പാർക്ക്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മീനോളജി റെസ്റ്റോറൻറ്റ് ഉള്ളത്. പേര് പോലെ തന്നെ, പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റും മീനുകളുടെ ഒരു കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം. ആ പേരും അതുപോലെ തന്നെയാണല്ലോ, മീനോളജി അല്ലേ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സങ്കല്പം ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിനെ, പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇതൊരു വലിയൊരു ബംഗ്ലാവ് എന്ന് പറയാം, അല്ലെങ്കിൽ വലിയൊരു വീടെന്ന് പറയാം. ആ വീടാണ് റെസ്റ്റോറൻറ്റാക്കി മാറ്റിയിരിക്കുന്നത്. നല്ല മുകളിൽ നല്ല ഓടൊക്കെ ഇട്ട് നല്ല മനോഹരമായ ഒരു വീടാണ് റെസ്റ്റോറൻറ്റാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ, പേര് കണ്ടത് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മീനോളജി. ഭയങ്കര വ്യത്യസ്തമല്ലേ പേര് തന്നെ. അതുപോലെ തന്നെ ഇത് ഫുഡെല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. നമുക്കൊന്ന് അകത്ത് കയറി ഫുഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഈ ഫ്രണ്ടിലെ ആംബിയൻസ് ഇത് കണ്ടിട്ട് പോയാലോ? ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേനും 3:45 കേട്ടോ. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒന്നുമില്ല, ലഞ്ച് മാത്രമേ ഉള്ളൂ. രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയും നമുക്കിവിടെ ലഞ്ച് സമയമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറഞ്ഞു തുടങ്ങി, ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ഉച്ച സമയത്ത് ഭയങ്കര തിരക്കാന്ന് കേട്ടോ പറയുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ലേറ്റായി പോയി. ഇതാ ഫ്രണ്ടിലൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പുൽത്തകടികളൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെ കാണാൻ. അത് കൂടാതെ നല്ല പച്ചപ്പും ചെടികളൊക്കെ വെച്ച് നല്ല പുൽത്തകടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ല വൃത്തിയും ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വരുമ്പോൾ തന്നെ കേട്ടോ. നമുക്ക് അകത്ത് കയറിയ വിശേഷങ്ങളൊക്കെ കാണാം. ഞാനിങ്ങനെ കുറച്ച് ഭംഗി കൂടി ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗിയും എല്ലാം എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. നമ്മുടെ ദൂരെ റോഡിൽ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ, വലിയൊരു ബോർഡ് മീനോളജി എന്ന് പറഞ്ഞ റോഡ് സൈഡിൽ തന്നെയുണ്ട്. അത് കൂടാതെ നമ്മുടെ ബംഗ്ലാവിൻ്റെ, അതായത് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീട് തന്നെയാണ് കേട്ടോ. അത് കൺവേർട്ട് ചെയ്താണ് റെസ്റ്റോറൻ്റ് ആയിട്ട്. ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ, നല്ല ചെടിച്ചട്ടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പിൻ്റെ ഒരു മനോഹാരിത അല്ലേ. പൂക്കളൊന്നുമല്ല കേട്ടോ, നല്ല പച്ച തരത്തിലുള്ള നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഗാർഡനും എല്ലാം ഉണ്ട് കയറി വരുമ്പോൾ തന്നെ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നല്ല തിരക്കായിരുന്നു ഉച്ചയ്ക്ക് 1 മണി 2 മണിക്ക് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 3:45 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലവും ഒക്കെ നമുക്ക് സൗകര്യം ഉണ്ട്. കാരണം ഞാൻ വീഡിയോ കൂടി എടുക്കാൻ വരുമ്പോൾ ഒരുപാട് ആൾത്തിരക്കളപ്പോൾ എടുത്ത ആളുകൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മീനോളജി റെസ്റ്റോറൻറ്റിലേക്കും അതുപോലെ ഇവിടുത്തെ വ്യത്യസ്തമായ മീൻ വിഭവങ്ങളിലേക്കും പിന്നെ എല്ലാത്തിനും ഉപരി സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിലെ റിസപ്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇത് കിച്ചണാണ് കേട്ടോ. ഇതിനകത്തേക്ക് അവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കിച്ചണാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, കിച്ചൺ ഭാഗമാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം കേട്ടോ. കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷെ എന്നാലും ഡോറിൻ്റെ ആ നടുക്കൊരു ചില്ല് പോർഷൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ നേരെ ലെഫ്റ്റിലേക്ക് കിടക്കുമ്പോൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ല ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതൊരു വീട് പോലെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ബെഡ്റൂമുമാണ് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമാക്കി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു 4 ടേബിളും അതനുസരിച്ച് ചെയേഴ്സും എല്ലാം ഇവിടെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് നോക്കൂ, നല്ലൊരു റൂമാണ്. അതിനകത്ത് കയറുമ്പോഴാണ് നമ്മൾ ഈ 4 ടേബിളും അതുപോലെ തന്നെ 16 ചെയേഴ്സുമാണുള്ളത്. അതേ പിന്നെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ വേറൊരു റൂം ഇതേപോലെയുണ്ട്. അവിടെയും ഇതേപോലെ 4 ടേബിളും 16 ചെയേഴ്സുമാണുള്ളത്. ആളുകളിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കഴിക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറിയില്ല എന്നേ ഉള്ളൂ. പിന്നെ വാഷ്റൂം, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ മുകളിലും ഇതേപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയൊക്കെയാണ് ചെയറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കാം. അപ്പോൾ മുകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വരും. ഞാനിവിടെ ചോദിച്ചപ്പോൾ മുകളിൽ ബാൽക്കണി കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മളങ്ങനെ മുകളിലേക്ക് കയറി. മുകളിൽ ആളുകളൊന്നും ഇല്ല, പക്ഷേ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വന്നപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് പിന്നെ ആൾക്കാരൊന്നും പോകുന്നില്ല. കാരണം 4 മണി വരെ ടൈം ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു
വർക്കിംഗ് ടൈം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ ഇങ്ങനെ ഇതുപോലെ നല്ലൊരു ടേബിളും 4 ചെയറും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഓപ്പൺ സ്പേസിലിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതിന് വേണ്ടിയാണ് ബാൽക്കണിയിൽ ടേബിളും 4 ചെയറും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ മുകളിലത്തെ ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂം കണ്ടോ, ഇത് ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിനകത്ത് AC ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് AC ആവശ്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ 4 ടേബിൾ അല്ല കേട്ടോ, 2 ടേബിളും 4 കസേരകളുമാണ് ഉള്ളത്. താഴത്താണ് കുറച്ച് വലിയ ബെഡ്റൂംസ്. അപ്പോൾ അവിടെയാണ് 4 ടേബിളും 16 കസേരകളുണ്ട്. അതേസമയം ഇവിടെ 2 ടേബിളും 8 കസേരയുമാണ് മുകളിലൊരു ബെഡ്റൂമിൽ. പിന്നെ അടുത്തൊരു ബെഡ്റൂം മുകളിലുള്ളത് ഇതാണ്. ഇത് AC റൂമാണ്. ഇവിടെ 3 ടേബിളും അതുപോലെ 12 ചെയേഴ്സുമാണ് ഇതിലുള്ളത്. അപ്പോൾ AC ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇനി നോൺ AC റൂം മതി എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിലിരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാം. AC വേണ്ട, നോൺ AC വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് പുറത്ത് നിന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാൽക്കണിയിൽ നല്ലൊരു മേശയും ഒരു 4-5 കസേരയും ഉണ്ട്. നമുക്ക് ഓപ്പൺ സ്പേസിലിരുന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ആൾത്തിരക്ക് കൂടുമ്പോഴാണ് മുകളിൽ കൂടി ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടു. മുകളിൽ ഓപ്പൺ ആയിരുന്നു കേട്ടോ 2 മണി വരെയും. അത്രയും തിരക്കുണ്ടായിരുന്ന സമയത്ത്. ഇതിപ്പോൾ തിരക്ക് കുറഞ്ഞുകൊണ്ടാണ് മുകളിലേക്ക് പിന്നെ ആൾക്കാരെ അങ്ങോട്ട് വിടാത്തത്. കാരണം താഴത്ത് തന്നെയുള്ള ആളുകളേ ഉള്ളൂ. കാരണം ഇപ്പോൾ 4 മണി ആയല്ലോ. ഞാനിപ്പോൾ വെറുതെ ഈ മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കുന്നത് ബംഗ്ലാവ് സ്ട്രക്ചറാണ് കേട്ടോ ഈ വീടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് കാണാം. താഴത്തെ ആ ഒരു നമ്മൾ കയറി വരുന്ന റിസപ്ഷൻ ഏരിയ വരെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ എവിടെയാണോ ഇരുന്നത്, താഴത്തെ റൂമിലാണ് ഞങ്ങൾ ഇരുന്നത്. ആദ്യം കാണിച്ചില്ല, അവിടെയാണ് ഞങ്ങൾ സീറ്റിലിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുവാണ്. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇത് കാണാൻ വേണ്ടി, ഈ വീടിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അതേ തിരിച്ചിറങ്ങി ഇത് നേരെ ആ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നേരെ പുറത്തേക്കൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് കസേരകൾ മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ, അവരുടെ ഇരിക്കാനായിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ. അപ്പോൾ നമ്മൾ താഴത്തേക്കല്ല നമ്മൾ റൂമിലേക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സീറ്റ് നമുക്ക് കിട്ടിയത്. ഇവിടെ ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷമാണ് ഞാൻ മുകളിലേക്ക് പോയത് കേട്ടോ, ഈ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ആ റൂം. നല്ല സൗകര്യമുള്ളൊരു റൂമാണ് കേട്ടോ. 4 മേശയും അതുപോലെ 16 കസേരകളുമാണ് മൊത്തത്തിലുള്ളത്. 4 ടേബിളായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ മീൻകറി ഓർഡർ ചെയ്തു. പിന്നെ മീൻ മുട്ട തോരൻ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ, മീൻ മുട്ട തോരൻ. ഞാനും മോളും ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു പ്ലേറ്റിൽ മീൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്, അവിയലുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ സാമ്പാർ, മോരുകറി, അങ്ങനെ എല്ലാം ഉണ്ട്. അച്ചാറ്, പപ്പടം എല്ലാം ഉണ്ട്. മീൻ മുട്ടത്തോരൻ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഞാൻ ചോദിച്ചോട്ടെ ഏത് മീനിൻ്റെ. അപ്പം മോതമീൻ്റെ മുട്ടയാണിത്. മോതമീൻ്റെ മുട്ടത്തോരനാണ്. പിന്നെ ഇത് കൂടുതൽ ചോറ് വിളമ്പിയിട്ടുണ്ട്. പപ്പടം, മീൻകറി, അവിയൽ, മെഴുക്കുവരട്ടി, അച്ചാറ്, പിന്നെന്താ സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, അങ്ങനെയല്ല. പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ഞണ്ട് റോസ്റ്റ് വാങ്ങിച്ചു അതിൻ്റെ കൂടെ. പിന്നെ വാങ്ങിച്ചത് ചെമ്പല്ലി ഫ്രൈ, മീഡിയം വലിപ്പത്തിലുള്ള ചെമ്പല്ലിയാണ്, ചെറുതെന്ന് പറയാനില്ല, ഒരു ആവറേജ് വലിപ്പത്തിലുള്ള ചെമ്പല്ലി വാങ്ങിച്ചു. ചെമ്പല്ലി ഫ്രൈ വാങ്ങിച്ചു, ഞണ്ട് റോസ്റ്റ് വാങ്ങിച്ചു, പിന്നെ നമ്മുടെ കണവ ഫ്രൈ, ഇതാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കുടിക്കാനായിട്ട് അങ്ങനെ വേറെ ജ്യൂസുകളോ ഐസ്ക്രീംസ് അങ്ങനെയൊന്നുമില്ല. പാലട ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ സമയം വൈകി വന്നുകൊണ്ട് പാലടയൊക്കെ തീർന്നു പോയി. പക്ഷേ നാരങ്ങ വെള്ളമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് ഓൾറെഡി അവിടെ കലക്കി വെച്ചേക്കുന്നത്, തണുത്ത നാരങ്ങ വെള്ളം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ ബോട്ടിലാക്കി ഇതേപോലെ ചെറിയ ചെറിയ കപ്പുകളിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നാരങ്ങ വെള്ളം ഇതുപോലെ ഡിസ്പോസിബിൾ കപ്പിലാക്കി കൊണ്ടുതരും. അപ്പോൾ ചോറ് വിളമ്പി, കറികളെല്ലാം വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിന് എനിക്ക് തൈര് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ബൗളിൽ നമുക്ക് തൈര് കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചോറും തൈരും, എൻ്റെ ദൈവമേ, ഇതെല്ലാം കൂടി കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ചും എനിക്ക് അവിടുത്തെ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച കുറച്ച് 2-3 കറികളാണ് വാങ്ങിച്ചത്. ഞണ്ടും ചെമ്പല്ലി ഫ്രൈയും സ്ക്വിഡും ആണ്, പിന്നെ മീൻ മുട്ടത്തോരൻ, ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഈ ഫിഷ് കറി മീൽസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഉള്ളത് ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. കാരണം മീനോളജി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ മീൻ വിഭവങ്ങളുടെ ഒരു കേന്ദ്രമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നതിന് എനിക്ക് അർത്ഥമുണ്ടെന്ന് തോന്നിയില്ല. ഞങ്ങൾ വാങ്ങിച്ച ചെമ്പല്ലി ഫ്രൈ ആണ് കേട്ടോ. ഇവിടുത്തെ ഫിഷ് ഫ്രൈക്ക് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. ഇത്രയും ടേസ്റ്റിലെ ഫിഷ് ഫ്രൈ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് എക്സലൻ്റ് ആണെങ്കിലും തൃശ്ശൂർ ഭാഗത്തേക്ക് വന്ന അയ്യന്തോളിൽ വരുവാണെങ്കിൽ തീർച്ചയായും മീനോളജി റെസ്റ്റോറൻറ്റ് വന്നൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. സ്ക്വിഡ് ഫ്രൈയും മീൻ മുട്ടത്തോരനും ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞണ്ട് റോസ്റ്റിനൊക്കെ ഭയങ്കര എരിവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. കറക്റ്റ് എരിവ്, കറക്റ്റ് പുളി, എല്ലാം ഒരു കറക്റ്റ് രീതിയിൽ ആ ഒരു എന്താ പറയുക ട്രഡീഷണൽ ടേസ്റ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.
ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ തൃശ്ശൂർ ജില്ലയിൽ വന്നാൽ നമ്മുടെ മീനോളജി റെസ്റ്റോറൻറ്റിലല്ലാതെ വേറെ ഒരു സ്ഥലത്ത് കയറുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും നല്ല ടേസ്റ്റി വിഭവം, അത്രയും നല്ല വൃത്തിയുള്ള രീതിയിൽ, എന്നാൽ വലിയ റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഒരു ആവറേജ് റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കാൻ തീർച്ചയായും ഇവിടെ നിന്ന് വന്ന് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക്, ഷെയർ, വാല്യുബിൾ കമൻസും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.